വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകി. കൊമ്പനെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമം. കുങ്കിയാനകളും സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, ഈ കുങ്കിയാനകളൊക്കെ എത്തിയിട്ടുണ്ട്. ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും മയങ്ങിയിട്ടുണ്ടോ? എപ്പോഴാണ് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം മയങ്ങിയ അവസ്ഥയിലാണ് ഉള്ളത് ആന. ഇനി ആനയുടെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളമൊഴിച്ച് ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഈ കുങ്കി ആനകളെ വയൽ പ്രദേശത്തേക്ക്, ഈ ചതുപ്പ് പ്രദേശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി JCB ഉപയോഗിച്ച് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മൺതിട്ടകളെല്ലാം ഇടിച്ചു നിരത്തിയിരുന്നു. അതുപോലെ തന്നെ എലഫന്റ് ആംബുലൻസും ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. 3 കുങ്കിയാനകളെ ആയിരുന്നു ഇവിടെ കൊണ്ടുവന്നിരുന്നതിൽ. ഇതിൽ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ആനയെ ഇപ്പോൾ ഉള്ള തണ്ണീർക്കൊമ്പനെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച ശേഷം വയൽ പ്രദേശത്ത് നിന്നും ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ വെച്ച് വടം ഉപയോഗിച്ച് ആനയെ ഈ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ഒരു ദൗത്യമാണ്. അതായത് ഈ തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ ഏറ്റവും ശ്രമകരമായ ജോലിയാണ് ഇനിയുള്ളത്. ഇത്രയും നേരം മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ മയക്കുവെടി വെച്ച ശേഷം ആനയെ ഇനി എലഫന്റ് ആംബുലൻസിൽ കയറ്റുക, ഈ വാഹനത്തിൽ കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയുള്ളത്. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് RRT ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ളത്. ഇത് ഏകോപിപ്പിക്കാനായി ഉത്തരമേഖല CCF KS ദീപയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ഇവിടെയുണ്ട്. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ട്, നോർത്ത് വയനാട് DFO ഉണ്ട്, സൗത്ത് വയനാട് DFO ഷജന കരീം ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയൊരു 200ഓളം വരുന്ന വനപാലക സംഘമാണ് ഈ ദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒന്നര മണിക്കൂറിനകം തന്നെ ആനയെ ഈ എലഫന്റ് ആംബുലൻസിൽ കയറ്റാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വനപാലകർ നമ്മളുമായി പങ്കുവെച്ചത്.